ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇന്നത്തെ ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി ലേറ്റായിട്ട് വീട്ടിൽ കയറിയിട്ടുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ചായ ഒന്നും കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓഫീസിൽ കയറി നേരത്തെ തന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. രാഹുലേട്ടൻ എന്ന് പറഞ്ഞ ഏട്ടനാണ് നമുക്ക് നോർമലി ചായ കൊണ്ടു തരാറുള്ളത്. പക്ഷെ അവർ മലക്ക് പോയതുകൊണ്ട് കുറച്ച് ദിവസം ലീവിലായതുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ. നല്ല രസമാണ്, നല്ല ടേസ്റ്റായിട്ടുള്ള ചായ സ്നാക്സൊക്കെ അവിടെ കിട്ടും. പിന്നെ അവിടെയുള്ള കുറച്ച് ചെടികളാണിതൊക്കെ. പിന്നെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന പള്ളിയാണിത്. അവിടെ പോകുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല ഒരു സമാധാനമാണ്, ഭയങ്കര സൈലൻ്റായിട്ട് ഒരു തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ. ഇതാണ് ആ പള്ളി. പിന്നെ ഇതാണ് നമ്മളുടെ ഒരു മേക്കപ്പ് ഏരിയ. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ട് അനിയയും കൂടി സംസാരിച്ചിട്ട് താഴോട്ട് പോവാണ്. എന്നെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ചെയ്ത് തീർക്കാനുള്ള വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ പറഞ്ഞ് ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഓഫീസിലേക്ക് കയറി. അവിടെ എത്തിയപ്പം എല്ലാവരും ഭയങ്കര വർക്കിലാണ്. ഇതാണ് ഷിക അവിടുത്തെ അഡ്മിൻ വർക്കുകളൊക്കെ ചെയ്യുന്നതാണ്. അനിയാണ് അവിടുത്തെ HR. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വേഗം തീർക്കുക എന്നുള്ള രീതിയിൽ ഫുൾ ഡിസ്കഷനാണ്. അങ്ങനെ ഒരുവിധം ഞങ്ങളുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആവാറായി. ആ സമയത്താണ് നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു പാരൻറ്റ് വന്നു. MBBS പഠിക്കാനായിട്ട് പുറത്തോട്ട് പോയിട്ടുള്ളതാണ്. ഉസ്ബെക്കിലേക്ക് പോയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻ്റാണ്. അപ്പോൾ അവരുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. നല്ല രസമുണ്ടായിരുന്നു അവരുമായിട്ട് സംസാരിക്കുമ്പോൾ. അവരെ മോള് വിളിച്ചതും അവിടുത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. പിന്നെ അവർ കൊണ്ടു തന്നിട്ടുള്ള സാധനം വെയിറ്റ് ഓവർ ആവുമോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. എത്ര കിലോനുണ്ടായിരിക്കുമോ, ഓവർ ആയിരിക്കുമോ എന്നുള്ളതൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ രണ്ടാളുടെയും വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ അവർക്കുള്ള കുറച്ച് പെൻഡിങ് വർക്ക്സൊക്കെ അവരിരുന്ന് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നെക്സ്റ്റ് നമ്മുടെ മീറ്റിംഗ് പ്രിപ്പറേഷൻസും കാര്യങ്ങളിലേക്കൊക്കെ പോയി. അങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അഞ്ജന വന്നത്. അപ്പം അഞ്ജന അവിടുത്തെ സ്റ്റാഫാണ്. ആളങ്ങോട്ട് പുറത്തോട്ട് പോവുക. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ വീഡിയോ എടുക്കാമല്ലേ എന്ന് ചോദിക്കുകയാണ് ആൾ. പിന്നെ ഞങ്ങൾ വീണ്ടും ബാക്ക് ടു വർക്കാണ്. അങ്ങനെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ മീറ്റിങ്ങൊക്കെ ഷെഡ്യൂൾ ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണിത്. മീറ്റിങ്ങിൻ്റെ ഒന്നും എടുത്തില്ല, നമ്മൾ ജസ്റ്റ് മീറ്റിങ്ങിൽ എൻ്ററായിട്ടുള്ളൊരു വീഡിയോ മാത്രമാണ് എടുത്തത്. പിന്നെ ലഞ്ച് ടൈമായി. അത്യാവശ്യം നല്ല സ്പെഷ്യലൊക്കെ തന്നിട്ടിട്ടുണ്ടായിരുന്നു ഉമ്മ ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഞ്ചൊക്കെ കഴിച്ച് നേരെ വാഷ് ചെയ്ത് പള്ളിയിലേക്കാണ് പോകുന്നത്. ഇതാണ് പള്ളീൻ്റെ ഫ്രണ്ട് സൈഡ്. നമുക്ക് ഗേൾസിനൊക്കെ ഇതിലാണ് കയറാൻ വേണ്ടി പറ്റുക. ബോയ്സിന് ഫ്രണ്ടിലൂടെയും കയറാൻ വേണ്ടി പറ്റും. നമുക്കിങ്ങനെ സൈഡിലൂടെ കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത്യാവശ്യം 1:30 ആയതുകൊണ്ട് പള്ളിയിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും ഓഫീസിലെത്തി. അഞ്ജന നല്ല വർക്കിലാണ്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ വർക്കിലേക്ക് തന്നെ പോയി.
ഇന്ന് സത്യം പറഞ്ഞാൽ ഒരുപാട് വർക്ക് തന്നെ കേട്ടോ കൂടുതലും. ഇന്നത്തെ ഒരു ഡേ കംപ്ലീറ്റ്ലി നമ്മളുടെ വർക്കിലിരുന്നു. പെൻഡിങ് ടാസ്കുകളും എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു ഇന്നത്തെ ഒരു ഡേ കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ഇതാണ് സഞ്ജനേച്ചി. കുറച്ച് നേരം സഞ്ജനേച്ചിനോടും അയനോടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ഇംബ്ലി തന്നിട്ടുണ്ടായിരുന്നു. കുറേ കാലമായി ഇംബ്ലിയൊക്കെ കഴിച്ചിട്ട്. പണ്ട് കോളേജിലെങ്ങാനും പഠിക്കുന്ന സമയത്താണ് ഇംബ്ലിയൊക്കെ കഴിച്ചത്. പിന്നെ കുറച്ച് നേരം വർക്കൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ പള്ളിയിൽ പോയി. പിന്നെ കുറച്ച് നേരം അസർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയിരുന്ന് അവിടെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓഫീസിലെത്തിയപ്പോൾ തന്നെ എല്ലാവരുടെയും വർക്കൊക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ 5:30 ആകുമ്പോൾ തന്നെ ചെക്കൗട്ട് അടിച്ച് ഞാനും അഞ്ജനയായിരുന്നു സ്റ്റാൻഡിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബേബീൻ്റെ അതിലേ ഇങ്ങനെ നടന്ന് സ്റ്റാൻഡിലേക്ക് പോയി. പിന്നെ എനിക്ക് കുറച്ച് ലേറ്റായിട്ടാണ് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. നോർമലി എനിക്ക് സീറ്റൊന്നും കിട്ടാറില്ല. രാമനഗർ ബസ് സ്റ്റാൻഡിൽ ഉമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൊടുത്ത് സൂപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ഓട്ടോ കയറി വീട്ടിലേക്ക് പോയി. ഓട്ടോറിക്ഷക്കാരനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സംസാരം. അപ്പോൾ അയാളെ വെച്ചും കുറച്ച് നേരം സംസാരിച്ച് വേഗം വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തി വേഗം ഫ്രഷായിട്ട് നിസ്കരിച്ചതിന് ശേഷം ഒരു ബിസ്ക്കറ്റ് കഴിച്ചു. പിന്നെ ഒരു 9:30 ഒക്കെ ആയപ്പോഴത്തേനും വേഗം ചോറ് കഴിച്ചിട്ട് വേഗം ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.